പ്രേമം, കരുണ, രൗദ്രം തുടങ്ങിയ വ്യത്യസ്ത ഭാവങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന രസഭേദങ്ങൾ, ചടുലമായ പദവിന്യാസത്തിന്റെ വേറിട്ട ശൈലികൾ. പരീക്ഷണ വഴിയിൽ ഉയരങ്ങൾ കീഴടക്കി മുന്നേറുകയാണ് സുചിത്ര വിശ്വേശ്വരൻ എന്ന കലാകാരി. ചെറുപ്പത്തിലെ നൃത്തകലയോട് അടങ്ങാത്ത അഭിനിവേശം. ആചാര്യന്മാരുടെ പക്കൽ നിന്നും നൃത്താഭ്യാസം പൂർത്തിയാക്കിയ സുചിത്രയ്ക്ക് എന്നും പുതുമകളോടായിരുന്നു പ്രിയം. അതിനിടെ 2005-ൽ മുട്ടിന് തേയ്മാനം സംഭവിക്കുന്ന അസുഖം ഉണ്ടായി. തുടർന്ന് താൻ ഏറെ സ്നേഹിക്കുന്ന നൃത്തത്തോട് താൽക്കാലികമായി വിട പറയേണ്ട അവസ്ഥ. ഈ ഘട്ടത്തിലാണ് സുചിത്ര നാരായണീയവുമായി ഏറെ അടുക്കുന്നത്. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നാരായണീയം രചിക്കുക വഴി അദ്ദേഹത്തിൻ്റെ അസുഖം ഭേദമായി എന്ന ഐതിഹ്യവും സുചിത്രയ്ക്ക് ആവേശം പകർന്നു. അപ്പോൾ നാരായണീയം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഭക്തിയുടെ ഒരു ലെവലിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ പറ്റുക. അപ്പോൾ നാരായണീയം ഇപ്പോൾ ശരിക്കും സംസ്കൃതത്തിലുള്ള ഒരു കാര്യം നമുക്ക് തുടർന്നിങ്ങോട്ട് എല്ലാ വർഷവും ഗുരുവായൂരപ്പന് മുന്നിൽ ദക്ഷിണയായി തൻ്റെ കലാവൈഭവം അവതരിപ്പിക്കുന്നു. ഒരാൾ ശരിക്കും നന്നായിട്ട് അഭിനയിച്ചിട്ടൊരു നൃത്തം ചെയ്യുകയാണെങ്കിൽ